കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി ചേർന്ന് വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിനായി കർത്താവിനെ സ്തുതിക്കുകയും എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതൽ 35 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ വേദഭാഗത്ത് ഒരു ക്ഷമിക്കുന്നതിനെ കുറിച്ച്, പാപമോചനത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു പഠിപ്പിക്കൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. ഇതാർക്കും അപരിചിതമായ ഒരു വേദഭാഗമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അധികം വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ദൈവരാജ്യത്തിൽ നാം എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, അതാണ് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പഠിക്കുവാനായിട്ടിടയായി തീർന്നത്. നമ്മൾ ഈ അധ്യായം പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ദൈവരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്നൊരു ചോദ്യത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്തത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതേ അധ്യായത്തിൽ തന്നെ ദൈവരാജ്യത്തിൽ ബലഹീനനായ ഒരു മനുഷ്യൻ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരാകണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ കണ്ടത് 99 ആട് കയ്യിലുണ്ട്, പക്ഷെ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ വില എന്താണ്, അതിനെ അന്വേഷിക്കുക, കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുക. ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ചിന്തിച്ചത്, ആരെങ്കിലും ഒരാൾ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം? ആദ്യം വ്യക്തിപരമായി അവനെ ചൂണ്ടിക്കാണിക്കുക. അവൻ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ 2 or 3 സാക്ഷികളുടെ അവരെ കൂട്ടിക്കൊണ്ട് ചെന്ന് പ്രബോധിപ്പിക്കുക. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ ആയിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ടിടയായി തീർന്നത്. എന്നാൽ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നം, ഒരു ക്രിസ്തീയ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അച്ചടക്കം എന്നുള്ളതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലേ? തെറ്റ് ചെയ്താൽ ഉടനെ കണ്ടുപിടിക്കണം, അവനെ വ്യക്തിപരമായി ചൂണ്ടിക്കാണിക്കണം, കേട്ടില്ലെങ്കിൽ അവൻ 2-3 പേരെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കണം, എന്നിട്ടും കേട്ടില്ലെങ്കിലോ സഭയോട് പറയണം, എന്നിട്ടും കേട്ടില്ലെങ്കിലോ ഇങ്ങനെ നമ്മളിങ്ങനെ കത്തിക്കേറുകയാണ്. പക്ഷേ അത് മാത്രം പറഞ്ഞു പോയാ പോരാ, ഇതിനൊരു മറുവശം കൂടെയുണ്ട്. എന്താണ് മറുവശം? മറുവശം എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ്. നിന്റെ സഹവിശ്വാസികളെ എല്ലാം അച്ചടക്കമുള്ളവരാക്കി മാറ്റാൻ, ഇല്ലേ, നമുക്കൊക്കെ ഭയങ്കര സമർപ്പണമുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവരെല്ലാം വളരെ അച്ചടക്കമുള്ളവർ ആയിരിക്കണം. പക്ഷേ തെറ്റിപ്പോകുന്നവരോട് ക്ഷമിക്കുക എന്നുള്ള അതിപ്രധാനമായിരിക്കുന്നൊരു ബാലൻസിങ് സ്റ്റെപ്പാണ് ഇനിയുള്ള ഈ അധ്യായത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കലിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്ന് പറയുന്നതിലാണ്. വടിയെടുത്ത് എല്ലാത്തിനെയും വരട്ടി മര്യാദയ്ക്ക് നടന്നോണം എന്ന് പറഞ്ഞ് 20-ാം അധ്യായം വരെ വന്നിച്ച് പറയുകയാണ്. പക്ഷെ ഇനി ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട പാഠം? ക്ഷമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതാണ് 21 മുതൽ 35 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയാം. നമുക്ക് ആ വേദഭാഗം ആദ്യമേ ഒന്ന് വായിക്കാം. 21 മുതലുള്ളതായ വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, അതെ, യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്താ ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ,
ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സറിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടം പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇത് നമുക്ക് ഒട്ടും അപരിചിതമായിരിക്കുന്ന വേദഭാഗമല്ല. ഇതിലെ പല വാക്യങ്ങളും നമുക്ക് വളരെ മനഃപ്പാഠമാണ്. ഇതിലെ ആശയം വളരെ മനഃപ്പാഠമാണ്. എങ്കിലും ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് റിഫ്രഷ് ചെയ്യാൻ മാത്രമേ ഞാൻ ഇന്ന് ശ്രമിക്കുന്നുള്ളൂ. ഈ വേദഭാഗം നമ്മൾ ആരംഭിക്കുമ്പോൾ ആദ്യം ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. പത്രോസ് യേശുവിന്റെ അടുക്കൽ, നമുക്കറിയാം പത്രോസിന്റെ ഈ എടുത്തുയാട്ടം അല്ലേ, പത്രോസിന് ഒരു വിഷയം കേട്ടാൽ പുള്ളിക്ക് ആദ്യം പ്രതികരിക്കണം. അപ്പൊ പത്രോസ് പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ഒരു ചോദ്യമായിട്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരവും പത്രോസിന്റെ കയ്യിലുണ്ട്. എന്താ ഉത്തരം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. ഇത്രയും വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ തോന്നി? പത്രോസ് എന്തൊരു ആത്മീയനാണല്ലേ. പലപ്പോഴും നമ്മുടെ മനസ്സിന് വരുന്ന ഒരു ചിന്തയാണല്ലേ, പത്രോസിന്റെ ഒരു പക്ഷേ പത്രോസ് ഭയങ്കര ഹൃദയവിശാലതയുള്ളതാ. നമ്മൾ ആരെങ്കിലും 7 വട്ടം ഒരാളോട് ക്ഷമിക്കാറുണ്ടോ? നമ്മൾ പറയും, ഞാൻ 2-3 പ്രാവശ്യമായി പറയുന്നു അല്ലേ. നമ്മുടെ 2-3 ഉണ്ട്. ഈ 2-3 കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇപ്പൊ പത്രോസ് ചോദിക്കുമ്പോ എത്ര ഹൃദയവിശാലതയുള്ള ആളായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ പത്രോസിന്റെ അത്ര നമ്മൾ ഈ പിള്ളേരോടൊക്കെ ചില കാര്യങ്ങൾ 2-3 പ്രാവശ്യം ഒക്കെ പറഞ്ഞിട്ട് നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞെന്നൊക്കെ പറയും അല്ലേ. നമ്മൾ ഒരിക്കലും 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറയുമ്പോ പറയും 100. കർത്താവിന്റെ അടുക്കൽ പത്രോസ് ചോദിക്കുകയാണ്, 7 പ്രാവശ്യം സഹോദരനോട് ക്ഷമിച്ചാൽ മതിയോ? ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരു പത്രോസിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ അപ്പൊ ആ ഉത്തരം എന്തിനാണ്? ആ ഉത്തരം അവിടെയാണ് ഞാൻ മിടുക്കൻ അല്ലേ. ചോദ്യം ഞാൻ തന്നെ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയുന്നതിന്റെ കാര്യം എന്നാ, എന്നെ പോലൊരു മിടുക്കൻ ഇല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ എനിക്കത് പറയായിരുന്നു. പക്ഷെ നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ തന്നെ അങ്ങ് പറയുക. ആയിരിക്കാം. ആരോടാ ചോദിക്കുന്നതും അതെ. അപ്പോ ഇവിടെ ഈ 7 വട്ടം മതിയോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ പുറകിലുള്ള ഒരു പഴയ നിയമം പഠിപ്പിക്കലുണ്ട്. പഴയ നിയമം പഠിപ്പിക്കൽ എന്ന് പറയുന്നതിനേക്കാൾ യഹൂദ റബിമാരുടെ ഇടയിലുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവനോട് പരമാവധി 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. 4ാമത്തെ പ്രാവശ്യം മുതൽ എന്ത് ചെയ്യാം? ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ആമോസിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായമാണ്. ഞാൻ അവിടെ മത്തായി 18:3 എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ആമോസിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാം വാക്യം അവിടെ പല പ്രാവശ്യം ഉണ്ട് കേട്ടോ. 3, 6, 9, 13 അവിടെ എല്ലാം ഈ വാക്യം കാണാൻ കഴിയും. ദമ്മേശേക്കിന്റെ 3-4 അതിക്രമം നിമിത്തം അവൻ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല എന്ന് പറഞ്ഞാൽ ആമോസ് 1-ന്റെ 3 അല്ലെങ്കിൽ 3, 6, 9, 13 പിന്നെ ഉണ്ട് 3-ാമത്തെ അധ്യായത്തിൽ 4-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ 3-4 അതിക്രമ നിമിത്തം എന്നാ പറഞ്ഞിരിക്കും. അപ്പൊ 1 പ്രാവശ്യം തെറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ശിക്ഷ മടക്കിക്കളഞ്ഞേനെ. 2 പ്രാവശ്യം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ശിക്ഷ
മടക്കിക്കളഞ്ഞേനെ. 3 കുഴപ്പമാണ്. പക്ഷെ ഇവിടെ പറയാണ് 3 4 അതിക്രമം എന്ന് പറഞ്ഞാൽ 3 4 ഒക്കെ ആയാൽ പിന്നെ ക്ഷമിക്കണ്ട എന്ന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ ഗുരുക്കന്മാർ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. ആ പഠിപ്പിക്കൽ വെച്ചോണ്ടാണ് പഴയ നിയമ അല്ലെങ്കിൽ യേശുവിന്റെ കാലത്തുള്ള യഹൂദന്മാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് പത്രോസിന് അറിയാമല്ലോ യേശു എത്ര ഉന്നതനാണ്. അപ്പൊ ഇച്ചിരി കൂട്ടി, ഇരട്ടിയാക്കിയിട്ട് ഒന്നും കൂടെ കൂട്ടി 7 ആക്കിയിട്ടാണ് യേശുവിന്റെ അടുക്കൽ ചോദിക്കുന്നത് 7 വട്ടം മതിയോ. അപ്പൊ നമ്മള് തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ കവിഞ്ഞോ. ശാസ്ത്രിമാര് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്നാ പറഞ്ഞ. പത്രോസ് പറയുകയാണ് 7. അപ്പൊ കവിയല്ല, ഇരട്ടി കൂടുതലാണ്. അപ്പൊ ഇത്രയും ക്ഷമിക്കുന്ന പത്രോസ് എന്തായാലും എവിടെ കയറും? ദൈവരാജ്യത്തിൽ. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്ന യേശുവിന്റെ ഒരു മറുപടി ഉണ്ട്. യേശു എന്താ മറുപടി പറഞ്ഞു? 22-ാം വാക്യം. 7 വട്ടമല്ല 70 വട്ടം. 7 വട്ടമല്ല 70 വട്ടം. എത്രയാ ഈ 70 വട്ടം? 490. 7 എന്ന് പറയുന്നത് 7 ഗുണം 70 ആണ്. യേശു ഇവിടെ എന്താ പറയുന്നത്? യേശു ആ പ്രയോഗം നടത്തുന്നതിനൊരു കാരണമുണ്ട്. ഈ കാരണം മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. ഉൽപ്പത്തി 4-ന്റെ 24-ൽ ലാമേക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ. ഒന്ന് വായിച്ച് 23, 24 ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 4-ന്റെ 23. ഉൽപ്പത്തി 4-ന്റെ 23. ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഞാനൊരു യുവാവിനെയും കൊല്ലും. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. യേശു കർത്താവ് 7-70 എന്ന് പറയുമ്പോ ലാമേക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചാ പറയുന്നത്. ലാമേക്ക് പണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം 77 ഇരട്ടി എന്നായിരുന്നെങ്കിൽ യേശു പറയുകയാണ് 7-70 വട്ടം എന്ന് പറഞ്ഞാൽ 490 എന്നൊരു സംഖ്യയിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. എന്താ അതിന്റെ അർത്ഥം? ഈ 490 പ്രാവശ്യം ആ 7-70 എന്നുള്ള കണക്ക് കൊണ്ടുവന്നതിന്റെ കാര്യം പറയുന്നത്. ലാമേക്കിന്റെ 77 വെച്ചേച്ചാ പറയുന്നത്. അതായത് പത്രോസ് ചോദിച്ചു 7 മതിയോ? യേശു പറഞ്ഞു 7 പോരാ. പിന്നെ എത്ര? 77 മതിയോ? ലാമേക്ക് പകരം ചോദിക്കാൻ പ്രതികാരം ചെയ്യുന്ന ലാമേക്കിന്റെ ഒരു കണക്കുണ്ടല്ലോ 77. അത് മതിയോ? അതും പോരാ. 7-70 വട്ടം. അതിന്റെ അർത്ഥം ഒരു നമ്പർ കൊടുക്കുക എന്നല്ല. 490 പ്രാവശ്യം നമുക്ക് എണ്ണാൻ പറ്റുമോ? എല്ലാ ദിവസവും തെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും വിചാരിക്കാം. എല്ലാ ദിവസവും ഒന്നും ആരും നമ്മളോട് തെറ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ? വിചാരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം 490 ആഴ്ചയൊന്ന് എണ്ണണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എണ്ണം പിടിക്കല് പ്രായോഗികമല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിധിയില്ലാതെ ക്ഷമിക്കുക, പരിധി കൂടാതെ ക്ഷമിക്കുക. റിമൂവിങ് ഓൾ ലിമിറ്റ്സ് ടു ഫോർഗിവ്നെസ്. ക്ഷമിക്കാൻ പരിധി ഉണ്ടാകരുത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കരുത്, നമുക്ക് എപ്പോഴും എണ്ണം പിടിക്കലുണ്ടല്ലോ അല്ലേ? എണ്ണം പിടിക്കുമോ നമ്മള്? സ്നേഹം ദീർഘമായി ക്ഷമിക്കും അല്ലേ?
ഒന്ന് 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 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ സ്നേഹം ദോഷം കണക്കിടുന്നില്ല എന്ന് വായിക്കുന്നുണ്ടല്ലേ. അതിന്റെ അർത്ഥം തന്നെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ഒരാൾ എന്നോട് ചെയ്യുന്ന ദോഷത്തിന്റെ ഞാനൊന്നും മരിച്ചാലും മറക്കൂല അല്ലേ. അതെന്താ ഈ മരിച്ചാലും മറക്കാതെ? എന്റെ കറക്റ്റ് കണക്കുണ്ടെന്നാ അതിന്റെ അർത്ഥം. പക്ഷെ സ്നേഹം എന്ത് ചെയ്യില്ല? ദോഷത്തിന്റെ കണക്ക് സൂക്ഷിക്കില്ല. ഞാൻ 1 പ്രാവശ്യം ക്ഷമിച്ചു, 2 പ്രാവശ്യം ക്ഷമിച്ചു, 3 പ്രാവശ്യം ക്ഷമിച്ചു, ഇനി അപ്പൊ എന്താ ആ ഇനി എന്ന് പറയുമ്പോ ഇതുവരെയുള്ള ഒരു കണക്കുണ്ട്. പക്ഷേ വിലാപങ്ങൾ 2:23 പറയുന്നത് അവന്റെ വിശ്വസ്തത രാവിലെ തോറും പുതിയത്. രാവിലെ എഴുന്നേൽക്കുമ്പോ കർത്താവ് ഇന്നലെ വരെയുള്ള അക്കൗണ്ട് ബുക്ക് എടുത്ത് നോക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ അതല്ല. ആ പഴയ പേജ് ഒന്നുമില്ല, പഴയ പേജ് ഒന്നുമില്ല. അതില്ലാതെ തന്നെ എന്ത് ചെയ്യാണ്? പുതിയതായിട്ട് തുടങ്ങുക. കർത്താവ് പഠിപ്പിക്കുന്ന ആശയം അതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ നമ്പർ. പിന്നെ എന്താണ് അത്? പിന്നെന്താണ്? പരിധിയില്ലാതെ ക്ഷമിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിൽ എങ്ങനെയാണെന്നാണല്ലോ ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതിന് ക്ഷമിച്ചതിനും കണക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മോട് ചെയ്ത തെറ്റിനും ഞാൻ 2-3 പ്രാവശ്യം ക്ഷമിച്ചു, ഇനി ക്ഷമിക്കില്ല, അതും ആവശ്യമില്ല. പിന്നെന്ത് ചെയ്യാണ്? ഈ ക്ഷമ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യാണ്, പെരുകുകയാണ്. ക്ഷമിക്കുന്നതാണ് വർദ്ധിക്കുന്നത്. തെറ്റുകളുടെ കണക്കല്ല, ക്ഷമിക്കുന്നത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി ഈ അധ്യായത്തിലേക്ക് ഇവിടെ ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ഈ വിഷയം പഠിപ്പിക്കാൻ കർത്താവ് ഇനി ഒരു ഉപമ കൊണ്ടുവരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? മത്തായി 18:23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഒരു ഉപമ പറയുകയാണ്. നമ്മൾ നേരത്തെ യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ ചില ഉപമകളൊക്കെ ഉണ്ട്. ഏത് അധ്യായത്തിലായിരുന്നെങ്കിലും ഓർക്കുന്നുണ്ടോ? 13-ാമത്തെ അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപമ പറഞ്ഞത്. ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം, ദൈവരാജ്യം കടലിൽ എറിയുന്ന ഒരു വലയോട് സദൃശ്യം, ദൈവരാജ്യം നിധി വയലിൽ ഒളിച്ചു വെച്ച മനുഷ്യനോട് സദൃശ്യം, അല്ലേ? ഒരുപാട് ഗോതമ്പും കളയും വിതച്ച ഉപമയോ എല്ലാം ഒത്തിരി ഉപമകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഉപമകളൊക്കെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ ഇവിടെ വേറൊരു ഉപമ പറയുകയാണ്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഇതൊരു ഉപമയായിട്ട് കർത്താവ് ഇവിടെ കൊണ്ടുവരികയാണ്. ഈ ഉപമയിൽ കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ദൈവരാജ്യത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നടക്കേണ്ട ഒരു കാര്യത്തെ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് ആ ഉപമയിൽ വായിക്കുന്നത്? ഈ ഉപമയിൽ നമ്മൾ വായിക്കുന്നു, ഒരു രാജാവിനോടാണ് സദൃശ്യം, ഇല്ലേ? എന്താ ഈ രാജാവിനോട് സദൃശ്യം? നമ്മൾ യേശുവിന്റെ ഉപമകളിൽ പല സ്ഥലത്തും രാജാവുണ്ട്, ഉണ്ടോ? ഇനിയും ഒരു ഉപമ വരുന്നുണ്ടോ? 22-ാമത്തെ അധ്യായത്തിൽ ഒരു ഉപമ വരുന്നുണ്ട്. അവിടെയും ഒരു രാജാവ് വിരുന്ന് കഴിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ്. ഈ അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ യഹൂദ റബിമാര് രാജാവെന്നും പറഞ്ഞൊരു ഉപമ പഠിപ്പിച്ചാൽ അത് എപ്പോഴും ദൈവത്തെ കുറിച്ചാണ്. അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആരും ഇതേ ഉപമ പഠിപ്പിക്കുന്നത്, യേശുവും ഈ ഉപമ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു രാജാവിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ രാജാവ് ആരുടെ സ്ഥാനത്ത് വരും? യേശു. ഇനിയുണ്ട്. ഇനി നമ്മള് 24-ാമത്തെ അധ്യായത്തിൽ ഒരു യജമാനനും ദാസന്മാരുടെ ഉപമയുണ്ട്. 24-ലുണ്ട്. 25-ൽ താലന്തുകളുടെ ഉപമ വരുന്നുണ്ട്. അവിടെയെല്ലാം ഇതേ സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് അന്നത്തെ കാലത്തെ യഹൂദ റബിമാർ പഠിപ്പിച്ച ഒരു രീതിയിൽ യേശു അവരെ പഠിപ്പിക്കുകയാണ്. അത് ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ ഈ രാജാവ് കണക്ക് നോക്കുകയാണ്. കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താ ഈ 10,000 താലന്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10,000 താലന്ത്, അതിന് ഗ്രീക്ക് ഭാഷയിൽ മിറിയ എന്നാണ് ഉപയോഗിച്ചത്. മിറിയ. ഈ മിറിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
അന്നത്തെ കാലത്ത് അവർക്ക് എണ്ണാൻ അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 10,000 താലന്ത്. ഇന്ന് നമുക്ക് അങ്ങനെ അല്ലല്ലേ. അന്നത്തെ കാലത്തെ അവരുടെ ഏറ്റവും വലിയ എണ്ണം പിടിക്കുന്ന, എവിടെ അപ്പൊ 10,000-ൽ കൂടുതൽ എണ്ണം പിടിക്കുന്നു? അപ്പൊ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 താലന്ത് കടപ്പെടുക എന്നുള്ളത് കൊണ്ട് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത് ഒരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത ഒരു വലിയ കടം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ പറയില്ലേ കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറയില്ലേ, 30 മുക്കോടി എന്നൊക്കെ പറയും. ഇതുപോലെ എണ്ണാൻ പറ്റുമോ? ഇതൊന്നും എണ്ണാൻ പറ്റുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു വലിയ സംഖ്യ സങ്കല്പിക്കുക. അതാണ് അവിടെ യേശു കർത്താവ് ഉദ്ദേശിച്ചത്. ഇത്രയും വലിയൊരു കടക്കാരനായ ഒരു മനുഷ്യൻ ഈ യജമാനന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുകയാണ്. അവന് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു വലിയ കടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഉപമ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു കടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ എന്റെയും നിന്റെയും എണ്ണിക്കൂടാൻ കഴിയാത്ത, അല്ലെങ്കിൽ വീട്ടുവാൻ കഴിയാത്ത പാപത്തിന്റെ കടത്തെയാണ് ഈ ഉപമയിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന തെറ്റ്, നമ്മുടെ പാപത്തിന് എന്താ പരിഹാരമുള്ളത്? നമ്മളെ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റും. നമ്മളിപ്പോ പറയുകയാണ്, ഞാൻ ഒരുത്തന്റെ ചെകിട്ടത്തടിച്ചു, മറ്റേയാള് തിരിച്ചടിച്ചാൽ ഞാൻ അടിച്ചതിന്റെ കടം തീരൂ. നമ്മുടെ വിചാരം നമുക്കൊരു ചെറിയ സമാധാനാവും അല്ലേ? ഒരു ചെറിയ സമാധാനമായി. പക്ഷെ അത് കടം വീട്ടിയോ? ഒരിക്കലും കടം വീട്ടാൻ പറ്റത്തില്ല. പാപത്തിന്റെ കടം, അതുകൊണ്ടാണ് പാപത്തിന്റെ ശമ്പളം എന്താ? മരണം. മരണം മാത്രമേ ഉള്ളൂ പാപത്തിന്റെ ശമ്പളം. വേറൊരു രീതിയിലും ആ കടം വീട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു സംഖ്യയിലേക്ക് ചേർത്ത് വെച്ചത്. മനസ്സിലായോ? നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി വലിയ കടം അല്ലേ? അത്രേ ഉള്ളൂ, തീരെ ചെറുതല്ല എന്ന് മാത്രം. പക്ഷെ അന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് കൊടുത്തു തീർക്കാൻ കഴിയാത്ത അത്ര വലിയ സംഖ്യ, ലാർജസ്റ്റ് ന്യൂമറൽ എന്നുള്ളതാണ് ഗ്രീക്കുകാരുടെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. നോക്കിയേ, 25 മുതലുള്ള വാക്യത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് എന്താ? അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് തീർപ്പാൻ കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവനുള്ളതൊക്കെയും വിറ്റാൽ തീരൂല, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ഈടാക്കാവുന്നത് മുഴുവൻ ഈടാക്കുക. എന്ന് പറഞ്ഞാൽ ആ കടത്തിന്റെ വലിപ്പത്തെ കാണിക്കാൻ, ജപ്തി ചെയ്യുക. എന്നാ ഇതുകൊണ്ട് തികയൂല്ല. അങ്ങനത്തെ ഒരു കടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അപ്പൊ അവന്റെ മറുപടി എന്താ? 26-ാം വാക്യത്തിൽ, അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ. ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചേ. ഞാൻ സകലവും തന്നു തീർക്കാം. 26-ാം വാക്യം. So the slave fell to the ground and prostrated himself before him, saying, "Have patience and I will repay you everything." I will repay you everything. Have patience എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? കുറച്ച് സമയോടെ എനിക്ക് താട്ടേന്ന് അതിന്റെ അർത്ഥം. അവൻ അപേക്ഷിക്കുന്ന എന്തിനാ? കുറച്ച്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, എത്ര കൊടുക്കാൻ പറ്റാത്ത കടമാണെങ്കിലും നമ്മൾ പറയും ഒരാഴ്ചയും കൂടെ സമയം താട്ടേത് നമ്മൾ പറയാം. ഇത് ഈ മനുഷ്യന് കൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുറച്ച് സമയം കൂടെ ക്ഷമ തോന്നണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണമേ എന്നല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? കുറച്ച് സമയം കൂടെ താട്ടെ എന്നുള്ളത്. അവധി നീട്ടിത്തരാനാണ് അവൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവിടെ സംഭവിച്ചത്, ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. എന്താണ് ഈ ഇളച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഇവിടെ യജമാനൻ എങ്ങനാ പ്രതികരിച്ചത്? യജമാനൻ കുറച്ച് സമയം ഇവിടെ തരാന്നല്ല പറഞ്ഞത്.
കുറച്ചു സമയോടെ തരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇവര് കൊടുത്തു തീർക്കാൻ ചിലപ്പോ പറ്റിയേക്കൂന്നൊരു ആശയമുണ്ട് അല്ലേ. ഇവരൊരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല. ഇതറിയാവുന്ന യജമാനൻ എങ്ങനെയാണ് അവനോട് പ്രതികരിച്ചത്? മനസ്സലിവോടെ പ്രതികരിക്കണം. ഈ കടം ഇളച്ചു കൊടുക്കുമ്പോൾ ചിലർ ഇളച്ചു കൊടുത്തു വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തോന്നും, 10,000 എന്നുള്ളത് ചിലപ്പോൾ 1000 ആക്കി കുറച്ച് കാണും. അതുമല്ല, 100% ഇളച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നീ ഇനി തരണ്ട, എനിക്കറിയാം നിന്നെ കൊണ്ട്, നിന്റെ സാഹചര്യം എനിക്കറിയാം, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. അവന് പൂർണ്ണമായിട്ടും ഇളച്ചു കൊടുത്തു. അവനെ സ്വതന്ത്രനായിട്ട് വിട്ടളച്ചു. അവര് കൊടുത്ത കൽപ്പന എന്തായിരുന്നു? അവന്റെ ഭാര്യയെ, അവന്റെ മക്കളെ, അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കാൻ അവനോട് പറഞ്ഞത്. പക്ഷേ മനസ്സലിഞ്ഞിട്ട് യജമാനൻ ചെയ്തത് എന്താണ്? പൂർണ്ണമായിട്ടും അവനോട് ക്ഷമിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഈ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളെ കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയാത്ത, നമ്മൾ പറയുമല്ലോ, രക്താംബരം പോലെ കടുഞ്ചുമപ്പായ പാപം. നമ്മുടെ പാപത്തിന്റെ കനം അത് അല്പമാണോ? നമ്മൾ ഈ പല ആൾക്കാർ സ്വയനീതിമാന്മാരാ. അവര് പറയും, ഞാൻ അങ്ങനെ നിങ്ങളെ പോലൊന്നുമല്ല, ഞാൻ വലിയ അതെ വലിയ പാപമൊന്നും. അതിന്റെ അർത്ഥം എന്നാ? എനിക്ക് മാനേജ് ചെയ്യാമെന്ന് അതിന്റെ അർത്ഥം. ചെറിയ തെറ്റു വരാത്ത മനുഷ്യരുണ്ടോന്ന് അവര് തന്നെ പറയും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതൊക്കെ എന്റെ പ്രാർത്ഥന കൊണ്ടും എന്റെ ദാനധർമ്മം കൊണ്ടും എന്റെ സൽപ്രവൃത്തി കൊണ്ടും ഒക്കെ ഓവർകം ചെയ്യാൻ പരിഹരിക്കാവുന്ന വിഷയമുള്ളൂ. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഈ കടമെന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് വീട്ടാൻ കഴിയാത്ത ഒരു വലിയ കടത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സഹോദരൻ ശവക്കുഴി കാണാതെ അവനെ വീണ്ടെടുക്കുവാനോ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. ആർക്കും കഴിയില്ല. പലരുടെയും വിചാരം എനിക്ക് പറ്റും. നോ, ആർക്കും കഴിയുകയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ യാഥാർത്ഥ്യം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഇതാ, എനിക്ക് ഇളച്ചു കിട്ടിയ പാപത്തിന്റെ അതുകൊണ്ട് കർത്താവ് ശിമോന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് സ്വച്ഛ ജഡമാംസി തൈലം പൊട്ടിച്ച് ഒഴിച്ചു. ഈ പാഴ്ചെലവെന്ന് പറഞ്ഞ ശിഷ്യന്മാരുണ്ട്, യൂദ ഉൾപ്പെടെയുള്ളവർ. ശിമോൻ തന്നെ പറഞ്ഞു, ഇവനൊരു പ്രവാചകനല്ലേ? കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അധികം ഇളച്ചു കിട്ടിയവർ അല്ലേ? അധികം ഇളച്ചു കിട്ടിയവർ എന്ന് പറഞ്ഞാൽ അവനവന്റെ ബോധ്യമാണ്, എന്റെ ഇത്രയും വലിയ പാപത്തെ ക്ഷമിച്ച കർത്താവ്. ഈ ബോധ്യമാണ് എന്ത് ചെയ്യുന്നത്? അവനെ കൊണ്ട് ഈ ജഡമാംസി തൈലം, സ്വച്ഛടമാംസി തൈലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയ പെർഫ്യൂം. അതുകൊണ്ടാ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ. കുറച്ച് ഇല്ലേ, ചില സെന്റ് അല്ല, ഇത് വിറ്റ് ദരിദ്രർക്ക്, ഒരു ദരിദ്രന് കൊടുക്കാനല്ല, ദരിദ്രന്മാർക്ക് കൊടുക്കാൻ, പല ദരിദ്രന്മാർക്ക് കൊടുക്കാനുള്ളതുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇതൊരു വലിയ തുകയാണെന്ന് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അധികം ഇളച്ചു കിട്ടിയവന്, അധികം ക്ഷമിച്ചു കിട്ടിയവന്, അധികം പാപമോചനം കിട്ടിയവന് ഉണ്ടാകുന്നൊരു മനോഭാവത്തെ കുറിച്ച് നമുക്ക് അവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന്റെ പാപക്ഷമ എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണമായ പാപക്ഷമയാണ്. കർത്താവ് ഒരിക്കലും മോനെ എന്നാ പിന്നെ അല്ലേ 99.9% അടച്ചു തരാം, അങ്ങനെയല്ല. പാപത്തെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് കർത്താവ് ക്ഷമിക്കുക എന്നുള്ളത് അല്ലേ? ഞാൻ നിന്റെ 99 പാപം ക്ഷമിക്കാം, ഒരു പാപം നീ അതിന് പരിഹാരം കാണാൻ കർത്താവ് പറഞ്ഞില്ല. കാരണം എന്നാ? നമ്മളെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. God's forgiveness is always complete, undeserved and rooted in mercy. ദൈവത്തിന്റെ ക്ഷമ എന്ന് പറയുന്നത് പൂർണ്ണമാണ്. അത് അർഹതയില്ലാത്ത പാപിക്ക. യേശുവിന്റെ കൂടെ ആ മരിച്ച കള്ളനില്ലേ,
അവന് ക്ഷമിച്ചു കിട്ടാൻ എന്താ നമുക്ക് അവനെ കാണാൻ പറ്റുന്നത്? നമ്മൾ യോഗ്യത കണ്ടുപിടിക്കുക, അത് വേറെ കാര്യം. നമ്മൾ പറയും അവനെ ഒന്നും അല്ലേലും അവസാന നിമിഷം യേശുവിലേക്ക് തിരിഞ്ഞു വന്നില്ലേ എന്ന് പറയും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂ? കാരണം ജീവിതകാലം മുഴുവൻ അവന് 50 വയസ്സുണ്ടെന്ന് കരുതുക, 49 വയസ്സ് വരെ അവൻ കൊള്ളയും കവർച്ചയും നിമിത്തം എന്നാ അവനെ കുറിച്ച് വായിക്കുന്നത്. അങ്ങനെയുള്ള ഒരുവനെ അവർ ഒറ്റ വാചകത്തിന്റെ പേരിൽ ക്ഷമിച്ചു കൊടുത്താൽ നമ്മൾ ആരെങ്കിലും സമ്മതിക്കും? ഞാൻ പറയുന്ന അവനും അർഹതയില്ലാത്തവനാണ്, ഞാനും അർഹതയില്ലാത്തവനാണ്, നമ്മൾ ഓരോരുത്തരും അർഹതയില്ലാത്തവരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പൂർണ്ണമായും ദൈവത്തിന്റെ കരുണയിൽ അടിസ്ഥാനമിട്ടതാണ് നമ്മുടെ പാപക്ഷമ എന്ന് പറയുന്നത്. നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ പാപം പൊറുക്കപ്പെടുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഇനി മൂന്നാമതായി നമ്മൾ ഈ വേദഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവിന്റെ വലിപ്പം കണ്ടു ഇല്ലേ? മൂന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുമല്ലോ, അവരൊക്കെ വലിയ ആൾക്കാർ, ഞാൻ ചോദിക്കട്ടെ, വലിയ ആൾക്കാരുടെ മനസ്സാണോ കഠിനം, അതെയോ ചെറിയ ആൾക്കാരുടെ മനസ്സാണോ കഠിനം? നമ്മുടെ ഭാഷയെ ചിന്തിച്ചാൽ മതി, ഇന്നത്തെ പഠനം വെച്ചൊന്നും പറയണ്ട. അവരൊക്കെ വലിയ വലിയ ആൾക്കാര് എന്ന് നമ്മൾ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരോട് നമ്മുടെ സങ്കടം പറഞ്ഞ് ബോധിപ്പിക്കാനും നമ്മുടെ സങ്കടം പറഞ്ഞാൽ മനസ്സലിയാനും ഒക്കെ പാടാണെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചത്. പക്ഷെ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ തിരിച്ചൊരു മെസ്സേജ് അല്ലേ നമുക്ക് കിട്ടുന്നത്? വലിയവനായ ദൈവത്തിന്റെ മനസ്സലിവ് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ എളിയവരായ മനുഷ്യരുടെ കഠിന ഹൃദയം, അതാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയവനായ ദൈവത്തിന്റെ മനസ്സലിവും ചെറിയവരായ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഏഴയും പുഴുവും കൃമിയുമായ മനുഷ്യന്റെ ഹൃദയകാഠിന്യവും. എനിക്ക് അങ്ങനെ ഒരു ഹെഡിങ് ആണ് ഇവിടെ പ്രേരണ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പറയും പാവം പിടിച്ചവരാ, അല്ലെങ്കിൽ പാവം പിടിച്ചവരാന്നൊക്കെ നമ്മൾ എല്ലാരെ കുറിച്ച് പറയുമെങ്കിലും ഇവിടെ ഒരു പാവം പിടിച്ചവനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അവന്റെ ഹൃദയകാഠിന്യം ഒന്ന് നോക്കിയാട്ടെ. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടം പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. ആദ്യം ഏതാ നടന്നത്? കടം തീർക്കാൻ പറയുകയാണോ അതെയോ ഞെക്കലാണോ ആദ്യം നടന്നത്? ഞെക്കിക്കോട്ടെ. ആദ്യം പിടിച്ചു, അതാ ചോദിച്ചേ. അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. ഇവിടെ അവന്റെ കടം എത്രയാ? 100 വെള്ളിക്കാശ്. ഈ 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ, 1 വെള്ളിക്കാശ് ഇല്ലേ? യൂദ യേശുവിന് എത്ര വെള്ളിക്കാശിനെ കാണിച്ചു കൊടുത്തേ? 20. യൂദായിക്ക് നഷ്ടമായി, നഷ്ടം ഉണ്ടാക്കുകയാണ്. 30 വെള്ളിക്കാശ് അല്ലേ? ഇവിടെ എത്ര വെള്ളിക്കാശാ കടം? 100 വെള്ളിക്കാശ്. ഈ 1 വെള്ളിക്കാശ് എന്ന് പറയാം ഡെനാറിയ എന്നാ പറയുന്നത്. ഡെനാറിയ, DNARIUS, ഡെനാറിയസ് എന്നൊക്കെ പറയും. അത് ഒരു ദിവസത്തെ കൂലിയാ. അപ്പൊ 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അതും തീരെ ചെറിയ കൂലിയാണോ? വലിയ കടവാ അല്ലേ? 2 വെള്ളിക്കാശ. ഒരു സ്ത്രീ ഭണ്ഡാരത്തിലിട്ടത് 2 വെള്ളിക്കാശ. അപ്പൊ ഇവിടെ 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കാശല്ല. പക്ഷെ അവൻ എത്ര കട ഇളച്ചു കിട്ടിയത്? എണ്ണിക്കൂടാൻ കഴിയാത്തത് അല്ലേ? 10,000 താലന്ത് നമ്മൾ വായിച്ചു. ഇവിടെ 100 എന്ന് പറഞ്ഞാലും വലിയ തുകയാ. ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. എന്നാന്നറിയാമോ? നമുക്കൊക്കെ ഈ ചെറിയ തെറ്റൊക്കെ ക്ഷമിക്കാൻ ഭയങ്കര മനസ്സാണ്. വലിയ തെറ്റ് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ ഒരു പാഠം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന്, ഇത് ഞാൻ ക്ഷമിക്കില്ല, കാര്യമല്ല, ഇത് ഇച്ചിരി വലിയ തെറ്റാ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വലിയ തെറ്റുകളും കൂടെ ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മളെ ഈ വേദഭാഗത്ത് പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് ചിലപ്പോ അത്ര ഈസി ആയിരിക്കില്ല. 100 ദിവസത്തെ കൂലിയുള്ള ഒരു കടത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. ആ ദാസൻ, അപ്പോ 100 വെള്ളിക്കാശ് എന്ന് പറയുമ്പോ 1 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 1 ദിവസത്തെ കൂലിയാണ്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ കൂലിയാണ് കേട്ടോ. ഏറ്റവും താഴേക്കിടയിൽ ചെറിയ ദിവസക്കൂലിക്കാരന്റെ കൂലിയാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും കുറച്ച് കിട്ടുന്നത് ആർക്കാ? ആശാ വർക്കർമാർ അല്ലെ? അപ്പൊ ഒരു ആശാ വർക്കർക്ക് ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു തൊഴിലുറപ്പുകാർക്ക് അതിൽ കൂടുതലുണ്ട് അല്ലേ? അപ്പൊ ഏറ്റവും കുറച്ച് വരുമാനം കിട്ടുന്ന ഒരാളുടെ 100 ദിവസത്തെ 132 രൂപ, 100 ദിവസത്തെ കൂലി. ആ കൂലിയെ കുറിച്ച്, അപ്പൊ അത്രയുള്ളൊരു കടമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇളച്ചു കൊടുക്കണം. അപ്പൊ അത്രയും കടമുള്ള ഒരാളെ കണ്ടു. അത്രയും കടമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി കടം തീർക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോ? അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നേണമേ, ഞാൻ തന്നു തീർക്കാം. ഈ വാക്യം ഇതിനു മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ചു മുമ്പ് മറ്റവൻ പറഞ്ഞതാ. കുറച്ചു മുമ്പ് മറ്റവൻ പറഞ്ഞ അതേ വാചകമാണ് ഇവിടെ ഇവനും, അതേ അപേക്ഷയാണ് ഇവനും പറഞ്ഞത്. ഇനി അവൻ കൊടുത്ത വിശദീകരണവും അത് തന്നെയാണ്. പക്ഷെ ഇവന്റെ പ്രതികരണം എന്തായിരുന്നു? അതേ പ്രതികരണമാണോ? അതേ അപേക്ഷ, അതേ ആവശ്യം, പക്ഷെ പ്രതികരണം വ്യത്യസ്തമാണ്. പ്രതികരണം എന്താണ്? ആദ്യമേ തൊണ്ടയ്ക്ക് പിടിച്ചു, അത് വേറെ കാര്യം. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവനെ പിടിച്ച് തടവിലാക്കിയത്. അവനോട് പറയാണ്, അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. മറ്റോടത്ത് മനസ്സലിഞ്ഞു, ഇവിടെ മനസ്സ് കഠിനപ്പെട്ടു. കരുണയല്ല ഇവിടെ തോന്നിയത്, ക്രൂരതയാണ്, നിരാസമാണ്, വയലൻസ് ആണ്. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന്റെ കാരണം? എന്താ ഇതിന്റെ കാരണം? അതായത് ഈ കൃപയുണ്ടല്ലോ, കൃപ നമ്മളെ തൊടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃപയാൽ ദൈവത്തിന്റെ കൃപയിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ദൈവകൃപ നമ്മളെ തൊടുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരോടും കൃപ കാണിക്കാൻ പറ്റുന്നില്ല. ഇളച്ചു കൊടുത്തു. ഈ ഇളച്ചു കൊടുത്തു എന്നുള്ളത് എന്ത് ചെയ്തിട്ടില്ല? ഇവൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇതാണ് ഈ ചില മനുഷ്യരുണ്ടല്ലോ, എത്ര വലിയ പാപം ക്ഷമിച്ചു കിട്ടിയാൽ ഇവൻ എന്ത് ചെയ്യുന്നില്ല. അങ്ങനെ അങ്ങനല്ല. അവിടെയാണ് അവിടുത്തെ അപകടം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് ആരോ പറഞ്ഞല്ലോ, മറന്നുപോയെന്ന് പറഞ്ഞല്ലോ അല്ലേ? ആ മറന്നുപോയാൽ, ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ളത് ഓർക്കാൻ കഴിയാതിരുന്നാൽ നമുക്ക് മറ്റുള്ളവരോടും കർത്താവിന്റെ സ്വഭാവത്തോടുകൂടെ പെരുമാറാൻ കഴിയുകയില്ല. നടന്ന സ്ത്രീയോത്താവിനും ആ മറവിയല്ലേ കൂട്ടത്തിൽ നടന്നുകൊണ്ട്? തീർച്ചയായിട്ടും ദൈവം ചെയ്തത് എന്താണെന്നുള്ളത് മറന്നുപോയി. A heart untouched by grace cannot reflect grace. കൃപ സ്പർശിക്കാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൃപ പുറത്തേക്ക് ഒഴുകുകയില്ല. ഈ കൃപ പുറത്തേക്ക് ഒഴുകണം എന്നുണ്ടെങ്കിൽ ആ കൃപയാൽ നമ്മൾ നിറയപ്പെടണം. ഇല്ലേ? നമ്മൾ പറയുമല്ലോ, കൃപമേൽ കൃപ, കൃപമേൽ കൃപ. ദൈവത്തിന് സ്തോത്രം. ഈ കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് കാപട്യമായിരിക്കും.
ഇവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുമ്പോ ഇവന്റെ ആ അംഗവിക്ഷേപത്തിൽ നിന്ന് എന്നാ മനസ്സിലായത്? ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ച് ഇങ്ങനെ മുങ്ങി കിടക്കില്ല എന്നുള്ളൊരു വർത്തമാനമായിരിക്കില്ല. പക്ഷെ ഇവൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിയവനാന്നുള്ള ഭാവത്തിലല്ല, ആ വിനയത്തോടെ അല്ല അവൻ പെരുമാറുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 10,000 താലന്ത് ഇളച്ചു കിട്ടിയവനാണെന്നുള്ള വിനയം അവനില്ല, ആ മനോഭാവം അവനില്ല. അവന്റെ മനോഭാവം എന്താണ്? അവന്റെ മനോഭാവം ഞാൻ അങ്ങനെ ആരുടെയും കാശ് വാങ്ങി പുട്ടടിച്ച് അല്ലേ നമ്മൾ പറയുമല്ലോ, ആരെങ്കിലും കാശ് വാങ്ങി പുട്ടടിച്ച് മുങ്ങി നടക്കുന്നവനല്ല. ഈ മനോഭാവമാണ് ഇവൻ ഇത് ചെയ്യുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ മനോഭാവത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശാന്തമായി ഗൗരവമായി പരിശോധിക്കണം. നമ്മള് പലപ്പോഴും ദൈവത്തിൽ നിന്ന് എത്ര വലിയ പാപക്ഷമ പ്രാപിച്ചവരാണെന്നുള്ള വിനയം, കൃപ നമ്മളെ എപ്പോഴും വിനയപ്പെടുത്തും. കൃപ നമ്മളെ ഒരിക്കലും അഹങ്കാരിയാക്കി മാറ്റില്ല. കൃപ നമ്മുടെ ഹൃദയത്തെ തൊട്ടാൽ നമ്മളെ ആ കൃപ എന്ത് ചെയ്യും? വിനയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. നമ്മളെ വിനയപ്പെടുത്തും, നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മള് മറ്റുള്ളവരോട് കൃപ കാണിക്കുന്നവരാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് സ്വയം ഒരു ചോദ്യം ചോദിക്കണം. ഈ ദൈവകൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തിയോ? കൃപ അനുഭവിച്ചു, ഒരു പാത്രം അങ്ങ് വാങ്ങി കുടിച്ചു അല്ലേ? പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ആ കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തിയോ? ആ കൃപ നമ്മിൽ മാറ്റം വരുത്തിയോ? നമ്മുടെ ജീവിതത്തെ ഗൗരവമായി പരിശോധിക്കാൻ ദൈവം സഹായിക്കട്ടെ. നാലാമതായി, ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു ന്യായവിധിയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന ന്യായവിധി. നോക്കിയാട്ടെ, 31 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് ദൈവനീതി എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? കർത്താവ് അത് എക്സ്പെക്ട് ചെയ്യുന്ന അതിന്റെ അർത്ഥം അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ ഈ മറ്റുള്ള ദൈവദാസന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ഞാൻ ഇന്നാള് ഒരാളോട് ഉപദേശിച്ചു, ക്ഷമിക്ക്, അവരോട് ക്ഷമിക്ക്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, അത് അച്ഛൻ ചെറുപ്പമായതുകൊണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ഇടവകയുടെ വികാരിയായിട്ട് ഒരു 65 കഴിഞ്ഞ ഒരാളെ കൊണ്ടുവന്നു വെച്ചാലേ അപ്പൊ നിങ്ങൾക്ക് ഇത് പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ. കാര്യമല്ല, ഞാൻ ചെറുപ്പമാണല്ലോ, അപ്പൊ നല്ല പ്രായമുള്ള, ഏറ്റവും പ്രായമുള്ള ഒരു അച്ഛനെ കൊണ്ടുവന്നു. അത് ഇനിയിപ്പോ ഇവരോട് ഇപ്പൊ ഇത് പറയാനിപ്പോ ചെറുപ്പക്കാരും പറഞ്ഞാലും അവര്, എനിക്കത് വളരെ രസകരമായിട്ട് തോന്നിപ്പോയി. ഭയങ്കര എനിക്ക് ചിരിയും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ഈ മറ്റുള്ളവര് നമ്മളോട് പറയുമ്പോൾ, ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? ഇവിടെ മറ്റുള്ളവരെല്ലാം ഇത് കാണുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൽ ദൈവ മക്കളുടെ ഇടയിൽ ക്ഷമിക്കാതെ കിടന്നാൽ അവിടെ ആത്മീയ കൂട്ടായ്മ നഷ്ടപ്പെടും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ അന്യോന്യം ക്ഷമിക്കണമെന്ന് പറയുന്നതെന്ന് അറിയാമോ? എന്തിനാ ഈ അന്യോന്യം ക്ഷമിക്കണമെന്ന് പറയുന്നത്? നമ്മുടെ ആത്മീക കൂട്ടായ്മ ബലപ്പെടാൻ വേണ്ടിയാ. ചില ആൾക്കാര് മരിച്ചാലും മറക്കാത്ത ആൾക്കാരുണ്ട്. കാരണം അതുകൊണ്ട് എന്നാ സംഭവിക്കണമെന്ന് അറിയാമോ? കൂട്ടായ്മയുടെ ഊഷ്മളത നഷ്ടപ്പെട്ടു, സ്നേഹബന്ധത്തിൽ വിള്ളല് വീഴും. ഇവൻ തടവി കിടക്കുക എന്നല്ലേ നമ്മൾ വായിച്ചത്. കാരണം എന്നാ, ഇനി തടവിലുള്ള ആളുമായിട്ട് പിന്നെ സമ്പർക്കമുണ്ടോ? അതായത് അന്യോന്യമുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഇത് കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇടയിൽ രണ്ടുപേര് തമ്മിലൊരു പിണക്കം ഉണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖം ഉണ്ടാവാറുണ്ടോ? അതോ ആ പിണക്കം വർദ്ധിപ്പിക്കാനുള്ള
എരിവും പുളിയൊക്കെ നമ്മളായിട്ട് എത്തിച്ചു കൊടുക്കുമോ? ഇന്ന് പല സ്ഥലത്തെയും ദുഃഖം എന്നാണെന്നറിയാവോ? രണ്ടുപേര് തമ്മിൽ പിണക്കം ഉണ്ടെങ്കിൽ കുറെ പേര് ആ സൈഡിൽ കൂടും, കുറെ പേര് ഈ സൈഡിൽ കൂടിയിട്ട് നമുക്ക് എങ്ങനെ മറ്റവരെക്കാൾ മിടുക്കരാകാം എന്നുള്ള റിസർച്ച് ചെയ്യും. ഗ്രൂപ്പിസം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ഇത് നമ്മുടെ ആത്മീക ബന്ധങ്ങൾ ഉലയുന്നത് കണ്ടാൽ എന്ത് ചെയ്തോണം? നമ്മുടെ ഹൃദയം തകരണം, നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാകണം, നമ്മുടെ ഹൃദയത്തിൽ അവരെ കുറിച്ചോർത്ത് പ്രാർത്ഥന ഉണ്ടാകണം, കണ്ണുനീരുണ്ടാകണം, കരച്ചിലുണ്ടാകണം. ഒരു സുവിശേഷ സംഘടനയിൽ വിള്ളലുണ്ടായെന്ന് കേട്ട ഉടനെ അല്ലേലും എനിക്കറിയായിരുന്നു, നോ, പണ്ടേ വരണ്ടായിരുന്നു. അല്ല, ഒരു സഭയിലൊരു ഭിന്നത വന്നും എനിക്ക് അല്ലേലും അറിയായിരുന്നു. അതല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അവിടെ വായിക്കുന്നത് എന്താണ്? എന്തായാലും കൂട്ടുദാസന്മാര് യജമാനനെ ബോധിപ്പിച്ചു. അപ്പൊ ഈ നമ്മള് എന്ത് ചെയ്തോണം? ഈ ഭിന്നതയുണ്ടായ ദൈവസന്നിധി കരയണം. ഇനി യജമാനൻ എന്തോ ചെയ്തു? രാജാവ് യജമാനൻ അവനെ വിളിപ്പിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്ക. ഈ യജമാനൻ വിളിച്ചിട്ട് ചോദിച്ചോ, അതെന്താ നീ അങ്ങനെ ചെയ്തേ? എക്സ്പ്ലനേഷൻ ചോദിച്ചില്ലേ? എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതാണ്. അതിന്റെ ആവശ്യമില്ല. കാര്യം എന്നാന്നറിയോ? കർത്താവ് നമ്മുടെ മറുപടി കേട്ടേച്ച് വിധിക്കാനിരിക്കുന്നവനല്ല. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ച സമയത്ത് യേശു എങ്ങനാ വിധിക്കുന്നതെന്ന് റോമാലേഖനത്തിൽ നിന്നും പഠിച്ചു. സത്യാനുസരണമായി വിധിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച്. യേശുക്രിസ്തുവിന്റെ ന്യായവിധി ഒന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. തെളിവുകൾ എപ്പോഴും ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെടും, അല്ലേ? സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ കർത്താവ് തെളിവ് കൊണ്ടുവന്നിട്ട്, കാരണം കർത്താവിന് ആരുടെയും തെളിവിന്റെ ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 2 or 3 സാക്ഷിമൊഴികളുടെ ആവശ്യമില്ല. കാരണം ഇതാരാ? നമ്മുടെ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ അടുത്തു വരുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോ നമുക്ക് പിന്നെ എന്തിന്റെ, നമ്മളെ വിധിക്കാൻ പിന്നെ സാക്ഷികളുടെ ആവശ്യമുണ്ടോ? സാഹചര്യ തെളിവിന്റെ ആവശ്യമുണ്ടോ? സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുക. അവരോട് ചോദിക്കും, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. കർത്താവ് തന്റെ കരുണയെ ഓർപ്പിച്ചേച്ച് അവരോട് സംസാരിച്ചത്. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവ് നമ്മളിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിനാണ് അതൊക്കെ കർത്താവിന് മാത്രമേ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് നമ്മൾ ദൈവം നമ്പുരാനല്ലല്ലോ എന്നൊരു ഒഴിവ് കഴിവ് നമ്മൾ പറയാറുണ്ട്. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്ന എന്നാ? എടാ, നിന്നെ കുറിച്ച് അത് ദൈവം പ്രതീക്ഷിക്കുന്നു എന്നാ. ഞാൻ നിന്നോട് ക്ഷമിച്ചതുപോലെ നിന്റെ കൂട്ടുദാസനോട് നീ ക്ഷമിക്കണമെന്ന്, നീ കരുണ കാണിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നീതി അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു പലപ്പോഴും അത്രയും വലിയ എക്സ്പെക്ടേഷൻ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഇല്ലെന്നാ. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ എക്സ്പെക്ടേഷനാണ്. ഇത് ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത അതാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് എത്ര വലിയ എക്സ്പെക്ടേഷൻ ആണ്. 100 ദിവസത്തെ കൂലി ഇളച്ചു കൊടുക്കാൻ ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുക. നമ്മൾ പറയും, അയ്യോ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. God is expecting that. ദൈവം നമ്മളോടത്, നമ്മളിൽ നിന്നത് പ്രതീക്ഷിക്കുകയാണ്. Mercy received but not shared is revoked. അവിടെ 34-ാം വാക്യത്തിൽ, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ കർത്താവ് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ, അവനെ ശിക്ഷിക്കുകയാണ്, അല്ലെ? ഇവിടെ നമ്മൾ പഠിക്കണം, നമ്മൾ പ്രാപിച്ച കരുണ മറ്റൊരാളിലേക്ക് പകരുന്നില്ലെങ്കിൽ നമുക്ക് ലഭിച്ച കരുണ എന്ത് ചെയ്യും? റിവോക്ഡ് എന്നാണ്, റിവേഴ്സ് ചെയ്യപ്പെട്ടു, തിരിച്ചെടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അയ്യോ,
നമ്മളോട് കാണിച്ച കരുണ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? അതിനെ തിരിച്ചെടുത്തു. ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളോട് കർത്താവ് ഇനി കരുണ കാണിക്കാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് ഒന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കി. നമ്മൾ എപ്പോഴും കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. പക്ഷെ ആ പ്രാർത്ഥന കേൾക്കാത്ത ഒരു സമയത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. നമ്മളോട് കർത്താവ് കരുണ കാണിക്കുന്നില്ലെങ്കിലോ? ഒരു വീട്ടില് രണ്ട് മക്കളുണ്ട്. അപ്പം ഈ പിള്ളേര് സ്കൂളിൽ പോകാൻ നേരത്ത് അപ്പനോട് ഇടയ്ക്ക്, അപ്പൊ പിള്ളേര് തന്നെയാണ് അവരുടെ യൂണിഫോം ഒക്കെ തേക്കുകയൊക്കെ ചെയ്യും. അപ്പം മൂത്തയാള് ഇടയ്ക്ക് അപ്പയോട് പറയും, അപ്പ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, എന്റെ ഡ്രസ്സ് യൂണിഫോം തേച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പൻ തേച്ചു കൊടുക്കും. ഒരു ദിവസം അപ്പൻ ഇച്ചിരി തിരക്കായിരുന്നു. അപ്പൊ അപ്പൻ പറഞ്ഞു, അപ്പൊ ഇളയ മോന്റെ യൂണിഫോം എപ്പോഴും അപ്പഴാണ് തേച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇളയ മോൻ ഒരു ദിവസം അപ്പന് തിരക്കായപ്പോ അപ്പൻ ഈ മൂത്തയാളോട് പറഞ്ഞു, എടാ നീ അനിയന്റെയും കൂടെ തേച്ചു കൊടുക്കണം. അവൻ തേച്ചു കൊടുത്തില്ലെന്ന് വിചാരിച്ചു. എന്ത് സംഭവിക്കും? അപ്പം പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? ഇനി നിന്റെയും ഞാൻ തേച്ചു തരത്തില്ല. കാരണം ഞാൻ നിന്റെ തേച്ചു തരുന്നു, നീ നിന്റെ അനിയന്റെ തേച്ചു കൊടുക്കണം. പക്ഷെ നീ തേച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇനി ഞാൻ വളരെ നമ്മുടെ ഒരു ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സാധ്യതയല്ല, അല്ലെ, യാഥാർത്ഥ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. അവിടെ പറയുന്നത് എന്താണ്? അവനെ 34-ാം വാക്യത്തിന് അവസാനം പറയുന്നു, അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. ഇത് ബാലശിക്ഷയാണ്. ഞാൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഒരു പഠിപ്പിക്കലുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരാളോട് ക്ഷമിച്ചില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു, കാരണം ഈ ഉപമ അത്രയും പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഈ ഉപമകൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഉപദേശം ഉണ്ടാക്കരുത്. അല്ല, രക്ഷ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൃപയാൽ തരുന്ന കൃപയാലുള്ള സെലക്ഷൻ ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അങ്ങനെ സെലക്ട് ചെയ്ത ആൾക്ക് രക്ഷ എടുത്തുള്ളതായിട്ട് അല്ല, ഞാൻ പറയണത് ഈ ഉപമ ഒരിക്കലും രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപമയല്ല. ഈ ഉപമകൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്താണെന്നറിയാമോ? അത് പഠിപ്പിക്കാൻ കർത്താവ് എന്ത് പഠിപ്പിക്കാനാണ് ആ ഉപമ പറഞ്ഞത്, ആ മെസ്സേജ് മാത്രമേ അതിൽ നിന്ന് എടുക്കാവൂ. ഇതിന് എന്താണ് ഈ ഉപമ പഠിപ്പിക്കാനുള്ള കാരണം? 21-ാം വാക്യത്തിൽ പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, 70 വട്ടം മതിയോ എന്ന് ചോദിച്ചു. ആ കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ഉപമ വെച്ചേച്ച് നമ്മൾ എന്ത് ചെയ്തേക്കരുത്. കാരണം എന്നാന്നറിയാമോ? ഈ ഉപമ വെച്ചേച്ച് ഒരു പുസ്തകം എഴുതിയത് ഞാൻ പറയാം. ആ പുസ്തകം എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാനത് ആർക്കും ഞാനത് നശിപ്പിച്ച് കളയണമെന്ന് ഓർത്തിരിക്കും. കാരണം നാളെ എന്റെ പിള്ളേരെ കാര്യം വായിച്ച് ആ ദുരുപദേശത്തിന് പോകരുതെന്ന് ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, ഈ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം എഴുതി തീർത്തു കഴിഞ്ഞാൽ അവനെ വിടും എന്ന് പറഞ്ഞ പർഗേറ്ററി. അല്ല, അതാണ് അതിന്റെ കാര്യം, അതാണ്. പക്ഷെ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ എന്ത് ചെയ്ത് കളയും? ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ 34-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, കണ്ടോ, കൊടുത്തു തീർക്കുവോളം. അപ്പൊ കൊടുത്തു തീർത്താ വിടും. അതിന്റെ അർത്ഥം കുറച്ച് നാൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ശിക്ഷയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം കയറ്റി വിടും, നരകത്തിൽ നിന്ന് ദൈവസ്വർഗത്തിലേക്ക് വിടുമെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ വാക്യത്തിൽ. പക്ഷെ ഇവിടെ അത് പഠിപ്പിക്കാനല്ല കർത്താവ് ഈ ഉപമ പറഞ്ഞത്. അപ്പം ഈ ബാലശിക്ഷയിലേക്ക് കർത്താവ് നയിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ഗ്രഹിക്കുവാനായിട്ട്. 35-ാമത്തെ വാക്യം. 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവ് എന്നിട്ട് ഈ ഉപമ പറഞ്ഞു കഴിഞ്ഞിട്ടൊരു വാണിംഗ്. ആ വാണിംഗ് ആണ് ഉപമയുടെ മെസ്സേജ്.
നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിലോ? അപ്പൊ രക്ഷപ്രവർത്തികളാലാണെന്ന് അർത്ഥമില്ല. കൃപയാലല്ലോ, വിശ്വാസം മൂലം തന്നെയാ. അപ്പൊ പ്രവർത്തികളാൽ രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ പ്രവർത്തികളാൽ രക്ഷ നഷ്ടപ്പെട്ടേനെ. പക്ഷെ പ്രവർത്തികളാൽ അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ പ്രവർത്തികളാൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല. ഇവിടെ പറയുന്നത് നമുക്ക് ലഭിക്കുന്ന പാപക്ഷമ, അഥവാ ഇത് എവിടെന്നാ തുടങ്ങിയത്? ഇത് മരണശേഷമുള്ളൊരു കാര്യത്തെ കുറിച്ച് പറയാനല്ല. സ്വർഗരാജ്യം അല്ലേ, ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ ജീവിക്കുന്ന സമയത്തുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് അല്ലേ. നമ്മള് ആദ്യം നിങ്ങൾ എല്ലാവരും അന്ന് ഇല്ലായിരുന്നു, എനിക്കത് അറിയാം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാലും ദൈവരാജ്യം എന്ന് പറഞ്ഞാലും സ്വർഗമാണോ? അല്ല. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യം. ഇതിന്റെ ഉടയവൻ ആരാണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ആത്മീകമായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റി ആയിട്ട് കർത്താവ് പറയുന്നത് സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരനോട് ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളോടും ക്ഷമിക്കുകയില്ല. എപ്പോഴും പാപക്ഷമ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, പേഴ്സണലാണ്. ഒരിക്കലും ഒരു കൂട്ടത്തെ ഒരുമിച്ച് കർത്താവ് നമ്മള് ക്ഷമിക്കുമ്പം പലതും ചിലതൊക്കെ ക്ഷമിക്കാൻ ശ്രമിക്കും, പക്ഷെ ഹൃദയത്തിൽ മനസ്സിൽ കുറച്ച് വെച്ചാണ് ക്ഷമിക്കുന്നത്. അതായത് ഹൃദയത്തിലൊട്ടും വെക്കാതെ ക്ഷമിക്കണമെന്നല്ല. അതെ, ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ആ വാക്കിന് ഭയങ്കര നമ്മളെങ്ങനെയാ ക്ഷമിക്കുന്നത്? തൽക്കാലം അങ്ങ് വിട്ടിരിക്കുന്നു. ഇതാണ് ഈ ഈ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് വെച്ചോണ്ട് പിന്നെ എന്ത് ചെയ്യില്ല, അതായത് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തെ അത് പിന്നെ ബാധിക്കരുത്. ആ പാസ്റ്റ് ഇൻസിഡന്റ് എന്ത് ചെയ്യരുത്, നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തെ പിന്നെ അത് ബാധിക്കും. ഇതാണ് അവിടെ ആ ക്ഷമിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വിട്ടുകളഞ്ഞു. പക്ഷെ ചിലരെങ്ങനെയാണെന്നറിയാമോ, ഇത് ഉള്ളിക്കിടപ്പുണ്ട്, ഇത് വെച്ചോണ്ട് അടുത്ത അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതും കൂട്ടുവലിച്ച് പിന്നെ അതും ഒക്കെ കൂടെ ചേർത്ത് അവിടെ ഹൃദയപൂർവ്വ ക്ഷമ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ചിലർ പറയില്ല എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറഞ്ഞില്ല. അത് കേട്ടാൽ തന്നെ അറിയാം അവൻ എല്ലാവരോടും പിണക്കുക. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർഗീവ്നെസ് അത് തികച്ചും വ്യക്തിപരമാണ്, അത് സിൻസിയർ ആണ്, ഹൃദയപൂർവമാണ് അല്ലേ. ഫോർഗീവ്നെസ് മസ്റ്റ് ബി ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കേണ്ട ഒരു കാര്യമാണ്. ചുമ്മാ വാക്കുകൊണ്ട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഹൃദയത്തിൽ നിന്ന് തന്നെ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നമ്മള് ആ ഭാഗം പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം. Unforgiveness reveals a heart that has not truly understood grace. കൃപയെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ അത് വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് നമ്മളോട് പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ, നിനക്ക് ഇതുവരെ ദൈവകൃപ എന്നാന്ന് മനസ്സിലായിട്ടില്ല. ദൈവകൃപ എന്താണെന്ന് മനസ്സിലായാൽ നമുക്ക് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. അവസാനം യേശുക്രിസ്തു പറഞ്ഞ അവസാനിപ്പിക്കുന്നത് പറയുന്നെങ്കിലും അതെ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിന്നോട് അങ്ങനെ തന്നെ. നമ്മുടെ നിരപ്പിന്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും ഇല്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, കൂടെ പിതാവിന്റെ അടുത്ത് എത്തണ്ടേ? അതെ അതെ, നിശ്ചയമായിട്ടും.
പിതാവുമായിട്ടുള്ള ഒരു നിരപ്പ് യേശുക്രിസ്തു ഇങ്ങനെയുള്ളവരോട് കിട്ടുന്നില്ല. പിതാവിന്റെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ക്ഷമിക്കില്ല എന്ന് അത് തൊട്ടുമുമ്പ് വാക്യത്തിലും പറഞ്ഞു. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് അതിനു മുമ്പ് പറഞ്ഞു. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഞാൻ മാത്രമല്ല, സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം. ഈ എഫേസോസിലെ സഭയില് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇത് നമ്മുടെ വിചാരി 1-ാം നൂറ്റാണ്ടിലെ സഭയില് ഒരു അതെ, നമ്മള് ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തന്നെ അന്യോന്യം പണക്കം വന്നിട്ടുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ സുന്ദുകയും ഒരു സ്ത്രീ ഉണ്ടല്ലോ, 2 സ്ത്രീകൾ, 2 സ്ത്രീകൾ തമ്മിൽ പണക്കമുണ്ട്, അത് തീർക്കാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോ നമ്മളോട് ഇവിടെ ഉദാഹരണ സഹിതം പറയാണ്, ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചത് ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം യുവോദ്യവും സുന്ദുകയും. ഞാൻ എന്റെ മനസ്സ് യുവോദ്യ, എനിക്ക് ആ പേര് കിട്ടിയില്ല, ഞാൻ ഇന്നും കൂടെ വായിച്ചതാണ്. അതെ, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. കർത്താവ് ക്ഷമിക്കാതെയല്ല നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ആ മെസ്സേജിനകത്തെ ഭംഗി അവിടെയാണ് അനുഭവപ്പെടുന്നത്. കർത്താവ് ചെയ്യാത്ത ഒരു കാര്യവും നമ്മളോട് ചെയ്യാൻ പറഞ്ഞില്ല. കർത്താവ് തമ്പുരാൻ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി, നമ്മൾ ചിലപ്പോ പറയുമല്ലോ അല്ലേ, കർത്താവിനെ അങ്ങനെ പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവ് നമുക്ക് ക്ഷമിച്ചു തന്നതിന്റെ വലിപ്പം എത്രമാത്രമുണ്ട് എന്നൊരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നമ്മൾ ചെയ്ത എത്ര കൊടും പാപത്തോടും കർത്താവ് എങ്ങനെയാണ് നമ്മളോട് ക്ഷമിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോ? ആരുടെയെങ്കിലും പേരോർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പൂർണ്ണമായി അവരോട് ക്ഷമിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. അതെല്ലാം പിന്നീട് ഓർത്തെടുക്കാവുന്ന രീതിയിൽ അടുക്കി പൊറുക്കി മനസ്സിൽ വെക്കണ്ട, അത് പൂർണ്ണമായും വിട്ടുകളയാം. ഹൃദയപൂർവ്വം ക്ഷമിക്കാം. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, എനിക്ക് ആരോടും പിണക്കമില്ലെന്നൊരു ഒഴുക്കം മട്ടി പറഞ്ഞു വിടുകയല്ല, പൂർണ്ണമായും ദൈവഹിതത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കയ്പല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളത് ക്ഷമിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാവുകയാണ്. ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മൾ തുറുങ്കിൽ അകപ്പെടുകയാണ്. നമുക്ക് തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടുകയാണ്. നമ്മൾ കയ്പ് വയ്ക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ ആരുടെയെങ്കിലും പേരുകളോ ആരെങ്കിലും ചെയ്ത തെറ്റുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഹൃദയപൂർവമായി ഇവിടെ ഇരുന്ന് ക്ഷമിക്കാം. മടങ്ങി പോകുമ്പോൾ നമുക്ക് അവരെ ഒന്ന് ഫോൺ വിളിക്കാൻ കഴിയുന്നെങ്കിൽ ഫോൺ വിളിക്കാം. ഇനി അല്ലെങ്കിൽ നാളെ രാവിലെ ആ വീട്ടിൽ ചെന്ന് ഒന്ന് അന്യോന്യം ആ സ്നേഹബന്ധത്തിൽ നമുക്ക് ആ ക്ഷമയൊന്ന് അറിയിക്കാം. അത് ഇനിയും ഹൃദയത്തിൽ വെക്കരുത്. ആ കയ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. ചിലപ്പോൾ നമ്മൾ ചെന്ന് പറയുമ്പോഴായിരിക്കും അവരറിയുന്നത് നമുക്ക് അവരോട് കയ്പ് ഉണ്ടായിരുന്നു എന്ന് പോലും. ചില സംഭവങ്ങൾ അങ്ങനെയാണ്. നമുക്ക് മാത്രമേ ചിലപ്പോൾ കയ്പുണ്ടാകൂ, മറ്റേ ആളിത് അറിയണമെന്ന് പോലുമില്ല. പക്ഷെ ഒരു ആത്മീയനാണെങ്കിൽ നിശ്ചയമായിട്ടും അറിയാം, എൻ്റെ ഒരു സഹവിശ്വാസിയോടുള്ള എൻ്റെ ആത്മീയ കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായ ഒരു ആത്മീയനെ തിരിച്ചറിയാൻ കഴിയും. അത്തരം ബന്ധങ്ങളിൽ ഇന്നൊരു യഥാസ്ഥാനപ്പെടലിന്റെ അനുഭവം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.